ഹായ് ഹലോ. റമദാൻ മാസമായിട്ട് വല്ലപ്പോഴും എണ്ണക്കടി കഴിച്ചതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കൽ വളരെ കുറവാണ്. അങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കുന്ന വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയൊരു സ്നാക്സാണ് കേട്ടോ. ഫ്രൂട്ട്സും ജ്യൂസും പിന്നെ പത്തിൽ അങ്ങനെയെല്ലാം തന്നെയാണ് നമ്മൾ നോമ്പൊരിക്കുന്ന സമയത്തെല്ലാം കഴിക്കൽ കേട്ടോ. പിന്നെ എപ്പോഴും അങ്ങനെ ആക്കണ്ട, ഒരിക്കലും കടിയാക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ ചിക്കനിലോട്ട് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചിക്കൻ മസാല ഇവയൊക്കെ കൂട്ടി അങ്ങ് ഫ്രൈ ചെയ്ത് എടുത്തതാണ് കേട്ടോ. സ്നാക്സ് ഉണ്ടാക്കാൻ ചിക്കൻ്റെ ഇല്ലാത്ത പീസൊക്കെ മാറ്റി വെക്കും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിക്കാം കേട്ടോ. ഇതാകുമ്പോൾ ഇടയ്ക്ക് നമ്മൾ സ്നാക്സ് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമല്ലോ. ഉള്ളിയേക്കാളും ചിക്കൻ കിട്ടുമ്പോൾ ഒരു സുഖമല്ലേ, അതല്ല അതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി പാത്രം ചൂടാകുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് കൂടുതൽ ഉള്ളി കേട്ടോ. അതിന് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇവ ചേർത്തിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഗരം മസാല, ചിക്കൻ മസാല, ക്യാപ്സിക്കം ഇവ മൂന്നും കൂടെ ചേർക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി പെപ്പർ പൗഡറും മല്ലിയിലും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ് റെഡിയായി. പക്ഷേ ഞാൻ കുറച്ച് ടേസ്റ്റിന് പിന്നെ സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അത് വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒട്ടും നിർബന്ധമില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫൈനലി പെപ്പർ പൗഡറും പിന്നെ മല്ലിയില, അതില്ലെങ്കിൽ പിന്നെ ഒരു സുഖമില്ല. മല്ലിയിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫീലിംഗ് റെഡി. ഇതങ്ങോട്ട് മാറ്റി വെക്കട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി നമ്മുടെ സമൂസ ഷീറ്റ് എടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക ആവശ്യത്തിന് കേട്ടോ. കുറച്ച് മൊസറല്ല ചീസ്, ഞാനൊരു ചോപ്പ് ചെയ്ത രീതിയിൽ മൊസറല്ല ചീസാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തതോ സ്ലൈസ് ചെയ്തോ പീസായാലും വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് രണ്ട് സൈഡ് ഉണ്ട്, ആ ഗ്യാപ്പ് വരുമല്ലോ, അവിടെ നന്നായിട്ട് മൈദപ്പശ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓരോ മടക്കുമ്പോഴും നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോഴല്ല നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. അപ്പോൾ അതാ ഇതുപോലെ ചെയ്തെടുക്കുക. എൻ്റെ മോളെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നു. മൈദപ്പശ ഒന്നും ഞാൻ തേച്ചിട്ടേന്നും പറഞ്ഞിട്ട് നമ്മൾ കുഴപ്പമില്ല, അവർക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ വിചാരിച്ച് അങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പം നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കി ഫ്രീസ് ചെയ്യാനും പറ്റും കേട്ടോ. ഇത് ഈ ഒരു സ്നാക്സ് പിന്നെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനെല്ലാം നല്ലതാണ്. അപ്പോൾ പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പിന്നെ കുറച്ചെടുത്തിട്ട് പുറത്ത് ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്രൈ ചെയ്യാമല്ലോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പാട് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കൊരു ഓയിൽ സ്നാക്സ് കഴിച്ചതിനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓയിൽ കടികളെല്ലാം ഒന്ന് ടിഷ്യൂലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രാ ഓയിൽ അതങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരാം.